യൂട്യൂബിന്റെ പുതിയ അപ്ഡേറ്റ് ആയ ഡ്രീം സ്ക്രീൻ അനുസരിച്ച് നമ്മൾ ഷോർട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ യൂട്യൂബിന്റെ മൊബൈൽ ആപ്പിലൂടെ നമ്മൾ ഷോർട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇമാജിനേഷനിലുള്ള, നമ്മുടെ ഡ്രീമിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്ത് നമുക്ക് ഷോർട്ട് ഷൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും ഷോർട്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്. നമ്മൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യണോ അതോ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യണോ, ഏത് ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഷൂട്ട് ചെയ്യണം, ഇതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബെറ്റർ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നമ്മളങ്ങ് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്ത വീഡിയോ നമ്മൾ വീണ്ടും മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഷൂട്ട് ചെയ്യാറുണ്ട്. ഇനി മുതൽ നമ്മൾ ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ കൺഫ്യൂസ് ആവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് ആയ ഡ്രീം സ്ക്രീൻ അപ്ഡേറ്റിലൂടെ യൂട്യൂബ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. അതായത് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് ആയ ഡ്രീം സ്ക്രീൻ അനുസരിച്ച് നമ്മൾ ഷോർട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ മൊബൈൽ ആപ്പിലൂടെ നമ്മൾ ഷോർട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇമാജിനേഷനിലുള്ള, നമ്മുടെ ഡ്രീമിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്ത് നമുക്ക് ഷോർട്ട് ഷൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഇമാജിനേഷനുള്ള ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ച് AI കുറേ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതുപോലെ ജനറേറ്റ് ചെയ്ത് തരും. ഇതിൽ നിന്ന് നമുക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഈ ഡ്രീം സ്ക്രീൻ ഫീച്ചർ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈൽ ആപ്പിൽ നമ്മൾ പ്ലസ് ഐക്കോണിനെ ക്ലിക്ക് ചെയ്യുന്നു. പ്ലസ് ഐക്കോണിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സൈഡിലായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ ഈ ഗ്രീൻ സ്ക്രീനിനെ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രീൻ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏറ്റവും താഴെയായിട്ട് നമ്മുടെ മൊബൈലിലുള്ള കംപ്ലീറ്റ് ഇമേജസ് അവിടെ കാണിക്കും. അതിൽ ഏതെങ്കിലും ഒരു ഇമേജാണ് സാധാരണ നമ്മൾ ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഡ്രീം സ്ക്രീൻ ഫീച്ചർ വന്നു കഴിഞ്ഞാൽ ഇതിൽ കാണിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഡ്രീം സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഡ്രീം സ്ക്രീൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ഇമാജിനേഷനുള്ള ബാക്ക്ഗ്രൗണ്ട് അത് എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഒരു ഐഡിയ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ നമ്മൾ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ കൊടുത്ത ഐഡിയയ്ക്ക് അനുസരിച്ചുള്ള കുറേ ബാക്ക്ഗ്രൗണ്ട്സ് AI നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഫീച്ചർ ഇപ്പോൾ യൂട്യൂബിൻ്റെ ട്രയൽ റണ്ണിങ്ങിലാണ്. ഇതിപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, USA ഈ കൺട്രികളിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് ഇത് ഇന്ത്യയിലും എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ ഡ്രീം സ്ക്രീൻ ഫീച്ചർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്സ് ക്രിയേറ്റേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.